Hi students, in the NDA physics in the first topic physical properties and states of matter. We will class topic matter. What matter? Yes, anything that occupies space and has mass is called matter. Occupy space mass ulla objects അതായത് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ ഒബ്ജക്ട്സും എന്താണ് മാറ്റർ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. ഈ മാറ്ററിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പാർട്ടിക്കിൾസ് ആർ വെരി സ്മോൾ ഇൻ സൈസ്. മാറ്ററിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസ് വളരെ ചെറിയ സൈസിലുള്ളതായിരിക്കും. ആൻഡ് ദേ ആർ ഓൾവേസ് ഇൻ മോഷൻ. എപ്പോഴും ഇവർ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ദേ ആർ ജനറലി അട്രാക്റ്റഡ് ടു ഈച്ച് അതർ. പൊതുവെ പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ആൻഡ് ദേ ഹാവ് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം. ഇവരുടെ ഇടയിൽ സ്പേസ് ഉണ്ടാവും. ഓക്കെ, സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. ഇനി നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നോക്കാം. നമ്മൾ ചെറുതിൽ തുടങ്ങി പഠിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. പൊതുവെ നമ്മൾ 3 സ്റ്റേറ്റ്സ് ആണ് പഠിക്കാറ്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അതുകൂടാതെ 2 സ്റ്റേറ്റ്സും കൂടെയുണ്ട് മാറ്ററിന്. ദാറ്റ് ഈസ് പ്ലാസ്മ ആൻഡ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. സോ മാറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. സോ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മെയിനായിട്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണ് പറയുന്നതെന്ന്. കാരണം നമ്മൾ ചുറ്റും കാണുന്ന പാർട്ടിക്കിൾസ് ഈ 3 സ്റ്റേറ്റിലുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സോളിഡ്സും ലിക്വിഡ്സും ഗ്യാസും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ഷേപ്പ്. സോളിഡ്സ് ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ്. സോളിഡിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പിൽ നിന്ന് അത് മാറില്ല. എപ്പോഴും ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും അത് നിൽക്കുന്നത്. ദെൻ ലിക്വിഡ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ. അത് ഏതൊരു കണ്ടെയ്നറിലാണോ എടുക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ആയിരിക്കും നമ്മുടെ ലിക്വിഡിനുള്ളത്. ദെൻ ഗ്യാസ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ ഹോൾ കണ്ടെയ്നർ. ഏതൊരു കണ്ടെയ്നറിൽ ഇട്ടാലും ആ കണ്ടെയ്നറിൻ്റെ കംപ്ലീറ്റ് ഷേപ്പ് ആയിരിക്കും നമ്മൾ ഗ്യാസിനുള്ളത്. അതായത് ചെറിയൊരു ബോട്ടിലിൽ ഇട്ട് വെച്ച് ഗ്യാസാണെന്ന് വെച്ചോ, അത് നമ്മൾ വലിയൊരു ബോട്ടിലേക്ക് മാറ്റിയാലും ദെൻ ആ ഗ്യാസിൻ്റെ ഷേപ്പ് ആ വലിയ ബോട്ടിലിൻ്റെ ഷേപ്പായിട്ട് മാറും. ദെൻ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഇൻ സോളിഡ്സ് പാർട്ടിക്കിൾസ് ആർ പാക്ഡ് ക്ലോസ്ലി ടുഗദർ. അതായത് വളരെ അടുത്തടുത്തായിരിക്കും നമ്മുടെ പാർട്ടിക്കിൾസ് സോളിഡ്സ് എക്സിസ്റ്റ് ചെയ്യുക. ദെൻ ലിക്വിഡ്സിൽ നോട്ട് ആസ് ക്ലോസ്ഡ് പാക്ഡ് ആസ് സോളിഡ് പാർട്ടിക്കിൾസ്. അതായത് സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ അത്രയും ക്ലോസ് അല്ല, എന്നാലും ക്ലോസ്ലി പാക്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും ലിക്വിഡിൽ നിൽക്കുക. ദേ ഡു നോട്ട് ഹാവ് ഫിക്സഡ് പൊസിഷൻസ്. നമ്മൾ സോളിഡ്സിൻ്റെ കേസിലെടുത്താൽ പാർട്ടിക്കിൾസിൻ്റെ ഫിക്സഡ് പൊസിഷൻസ് ഉണ്ട്. ബട്ട് ലിക്വിഡിൻ്റെ കേസ് എടുത്താൽ ദേ ഡു നോട്ട് ഹാവ് ഫിക്സഡ് പൊസിഷൻസ്. ദെൻ ഗ്യാസിൻ്റെ കേസിൽ ദേ ആർ വെരി ഫാർ അപ്പാർട്ട്. അതായത് പാർട്ടിക്കിൾസ് തമ്മിൽ വളരെയധികം ഡിസ്റ്റൻസിലായിരിക്കും ഗ്യാസിൽ നിൽക്കുക. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതായത് സോളിഡ്സിൽ പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയിരിക്കും, ലിക്വിഡ്സിൽ കുറച്ച് ക്ലോസ്, എന്നാൽ സോളിഡ്സിൻ്റെ അത്രയും ക്ലോസ് അല്ല. ദെൻ ഗ്യാസിൽ അഗെയിൻ ഫാർ അപ്പാർട്ടായിരിക്കും. ദെൻ ഇൻ ദ കേസ് ഓഫ് വോളിയത്തിൻ്റെ കേസ് എടുത്താൽ സോളിഡ്സിന് ഫിക്സഡ് വോളിയം ഉണ്ട്. ബട്ട് ഓൾസോ ലിക്വിഡിനും ഫിക്സഡ് വോളിയം ഉണ്ട്. പക്ഷെ നമ്മുടെ ഗ്യാസിന് ഒരു ഫിക്സഡ് വോളിയം ഇല്ല. അത് കണ്ടെയ്നറിൻ്റെ അറ്റം എത്ര വോളിയം ഉണ്ടോ അത് തന്നെയായിരിക്കും നമ്മുടെ ഗ്യാസിൻ്റെ വോളിയം. ദെൻ സ്പേസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള സ്പേസ് എങ്ങനെയാണ്? അതായത് നമ്മൾ ഇൻ്റർമോളിക്കുലർ സ്പേസ് എന്നൊക്കെ പറയുന്ന പോലെ. സോ സോളിഡിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ലൈക്ക് ഇൻ സോളിഡ്സ് ഇറ്റ് ഈസ് വെരി സ്മോൾ, ബട്ട് ഇൻ ലിക്വിഡ്സ് ഇറ്റ് ഈസ് ജസ്റ്റ് സ്മോൾ. ആൻഡ് ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസ് വളരെ അധികം കൂടുതലായിരിക്കും. ദെൻ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്.
സോളിഡ്സിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു അത് ഫിക്സഡ് പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. സോ ഈ ഫിക്സഡ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ വൈബ്രേറ്റ് അബൌട്ട് ദെയർ ഫിക്സഡ് പൊസിഷൻ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ് റാൻഡം മോഷൻ ആയിരിക്കും. പാർട്ടിക്കിൾസ് മൂവ് റാൻഡംലി ആൻഡ് ഫ്രീക്വൻറ്റ് കൊളീഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓൾസോ ക്യാൻ ടേക്സ് പ്ലേസ്. അതായത് പാർട്ടിക്കിൾസ് ലൈക്ക് ലിക്വിഡിനകത്തുള്ള പാർട്ടിക്കിൾസ് എപ്പോഴും റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ അവർ തമ്മിൽ എപ്പോഴും കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കും, കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കും. ആൻഡ് ഗ്യാസിൻ്റെ കേസിൽ ഹൈ സ്പീഡിലായിരിക്കും ഈ റാൻഡം മോഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ കൊളീഷൻസ് നടക്കും. സോ കൊളീഷൻസ് ബിറ്റ്വീൻ ഗ്യാസ് പാർട്ടിക്കിൾസ് occur more frequently than in liquid particles. Then ease of flow. ഇത് എങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ ചെയ്യുന്ന രീതി? സോളിഡ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഫിക്സഡ് പൊസിഷനിലെ ഈ പാർട്ടിക്കിൾസ് നിൽക്കുള്ളൂ. ദെർഫോർ ഇറ്റ് ഡസ് നോട്ട് ഫ്ലോ. ആൻഡ് ലിക്വിഡിൻ്റെ കേസിലാണെങ്കിൽ അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യും. ആൻഡ് ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ എല്ലാ ഡയറക്ഷനിലും അത് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ നമ്മൾ കണ്ടു സോളിഡ്സിൻ്റെ കേസിൽ ഇത് ഫ്ലോ ചെയ്യില്ല. ബട്ട് ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്യും. ദെർഫോർ ദേ ആർ കോൾഡ് ഫ്ലൂയിഡ്സ്. സോ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആൻഡ് ദെയർ കമ്പാരിസൺ കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലാസ്മയാണ് അടുത്ത ടോപ്പിക്ക്. പ്ലാസ്മ ഇസ് ദ 4th സ്റ്റേറ്റ് ഓഫ് മാറ്റർ. സോ നമ്മൾ പൊതുവെ പ്ലാസ്മേനെ പറ്റി അധികം പറയാത്ത എന്താണെന്ന് വെച്ചാൽ പ്ലാസ്മ നമ്മൾ യൂഷ്വലി നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ കാണാറില്ല. കൂടുതലും നമ്മൾ സ്റ്റാർസ് സണ്ണിലൊക്കെയാണ് പ്ലാസ്മയുടെ ഒരു പ്രസൻസ് ഉള്ളത്. പ്ലാസ്മ ഇസ് നോട്ട് സോ ജനറലി സീൻ ഫോം ഓഫ് മാറ്റർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് എക്സ്ട്രീംലി ഹൈ കൈനറ്റിക് എനർജി. വളരെയധികം കൈനറ്റിക് എനർജിയുള്ള എക്സ്ട്രീംലി ഹൈ കൈനറ്റിക് എനർജിയുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ഈ പ്ലാസ്മ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഉണ്ടാവുക. ആൻഡ് സ്റ്റാർസ് ആർ സൂപ്പർ ഹീറ്റഡ് ഫോംസ് ഓഫ് പ്ലാസ്മ. സോ പ്ലാസ്മയുടെ ഒരു ഫോമാണ് എന്ത്? സ്റ്റാർസ്. ദെൻ 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്സ്. 1995 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്സ് കണ്ടുപിടിച്ചത്. ആൻഡ് നമ്മൾ ടെക്നോളജി അഡ്വാൻസ് ആയതിൽ പിന്നെയാണ് നമ്മൾ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ടോപ്പിക്ക് കവർ ചെയ്തു. ദെൻ നെക്സ്റ്റ് ഇസ് മാസ് ആൻഡ് വോളിയം. നമ്മൾ പറഞ്ഞു മാറ്ററിൽ ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസും വേണം, ദെൻ ഒരു മാസും വേണം. സോ ഈ മാസും വോളിയം എന്താണെന്ന് നമുക്ക് നോക്കാം. മാസ് ഇസ് ദ എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾ കണ്ടെയ്ൻഡ് ഇൻ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനകത്ത് എത്ര മാറ്റർ അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, അതാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ഒരു ഒബ്ജക്റ്റ് സേ ആൻ ആപ്പിൾ, ഒരു ആപ്പിളിനകത്ത് എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്, അതാണ് അതിൻ്റെ മാസ്. ആൻഡ് ഇതൊരിക്കലും മാറില്ല. ഈ പാർട്ടിക്കിൾസ് അങ്ങോട്ട് മൂവ് ചെയ്യൊന്നുമില്ല. സോ ദെർഫോർ എന്താണ്? മാസ് ഇസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. മാസ് കൻ നെവർ ബി നെഗറ്റീവ്. ഓൾസോ മാസ് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, അതിന് നെഗറ്റീവ് ആവാൻ പറ്റില്ല. ആൻഡ് ദ യൂണിറ്റ് ഓഫ് മാസ് ഇസ് കിലോഗ്രാം. ദ നെക്സ്റ്റ് ഇസ് വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നറിനകത്ത് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനകത്ത് ഒക്കുപ്പൈ ചെയ്യാനുള്ള സ്പേസ്, അതിനാണ് നമ്മൾ വോളിയം എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ സ്പേസ് ഒക്കുപ്പൈഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഒക്കുപ്പൈ ചെയ്യാൻ എടുക്കുന്ന സ്പേസിനാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. സോ യൂണിറ്റ്സ് ഓഫ് വോളിയം: മീറ്റർ ക്യൂബ്, സെൻറ്റിമീറ്റർ ക്യൂബ്, അഥവാ നമുക്ക് ക്യൂബിക് മീറ്റർ, ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നെല്ലാം പറയാം. ഇനി നമുക്ക് കുറച്ച് ജനറലായിട്ട് നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് ഫിഗേഴ്സിൻ്റെ ജോമെട്രിക്കൽ ഷേപ്സിൻ്റെ വോളിയം എത്രയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്യൂബാണ്. ക്യൂബിൻ്റെ നോക്കി നമുക്ക് എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ ക്യൂബിനകത്ത്. സോ എല്ലാ സൈഡും ലെറ്റ്സ് സേ എ ആണ്. സോ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. സൈഡ് ഇൻറ്റു സൈഡ് ആണ്.
സോ ഇവിടെ നമുക്ക് ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എ ആണ്. സോ എ ഇൻറ്റു എ ദാറ്റ് ഈസ് എ ക്യൂബ്. എ ക്യൂബാണ് നമ്മളുടെ ഈ ക്യൂബിൻ്റെ വോളിയം. ദെൻ സെക്കൻഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂബോയിഡ് ആണ്. സോ ക്യൂബോയിഡിൽ നമുക്കറിയാം ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. സോ സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ് അഗെയിൻ എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എച്ച്. ഇതാണ് ക്യൂബോയിഡിൻ്റെ വോളിയം. ദെൻ സ്ഫിയർ. സ്ഫിയറിൻ്റെ വോളിയം, സ്ഫിയറിന് നമുക്കറിയാം റേഡിയസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. സോ അത് വെച്ചിട്ട് സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ്. ഇതാണ് സ്ഫിയറിൻ്റെ വോളിയം. ദെൻ നെക്സ്റ്റ് ഈസ് സിലിണ്ടർ. സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ എച്ച്, where r is the radius of the base and h is the height of the cylinder. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. If a cuboid has dimensions of 10 cm into 3 cm into 5 cm, then find its volume. So ഒരു ക്യൂബോയിഡ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ക്യൂബോയിഡ് ആണ്. ആൻഡ് ഈ ക്യൂബോയിഡിൻ്റെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്, വിഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ ആണ്. Therefore നമുക്ക് ക്യൂബോയിഡിൻ്റെ വോളിയം എന്താണ്? വോളിയം ഓഫ് എ ക്യൂബോയിഡ് is equal to L into W into H. So substitute ചെയ്യാം. 10 into 3 into 5. That is 10 into 3 30 into 5 150. യൂണിറ്റ് എന്താ വരിക? ഇവിടെ നമുക്ക് സെൻറ്റിമീറ്ററിലാണ് തന്നേക്കുന്നത്. Therefore centimeter cube. This is the volume of the cuboid. Hope it is clear.